ആനന്ദഭരിതമായ നിമിഷങ്ങൾ അതിവേഗം കടന്നു പോകുമെന്നത് എത്ര ശരിയാണ്. മണ്ണിലെയും വിണ്ണിലെയും സർവ്വ ഉത്സവമേളങ്ങളും ഒന്നിച്ച് ഒരനുഗ്രഹീത ഭൂമിയിൽ സമ്മേളിച്ചതുപോലെ ആഹ്ലാദ നിർഭരവും അത്യപൂർവവും അതുല്യവുമായ അനുഭവം. ജീവിതത്തിലെ അനവധ്യ സുന്ദരവും അവിസ്മരണീയവുമായ കുറെ ധന്യമുഹൂർത്തങ്ങൾ ചൈനയിലെ ഈ സഫാരി പാർക്ക് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും എത്തിയ സന്ദർശകർക്കും ഞങ്ങൾക്കും സമ്മാനിച്ചു. ഒരു തുടക്കമുണ്ടെങ്കിൽ ഒരു ഒടുക്കവും ഉണ്ടെന്ന വിധം ഇനിയും ചില നിമിഷങ്ങളിൽ ഞങ്ങൾ ഈ അതിശയ ലോകത്തോട് വിട പറയേണ്ടി വരും. സ്വന്തം കണ്ണുകളെ തന്നെ അവിശ്വസിച്ചു പോകുന്ന വിഭ്രമാത്മകവും ആരെയും അമ്പരപ്പിക്കുന്നതുമായ നിസ്തുല പ്രകടനങ്ങളുടെ വിസ്മയ പരമ്പരകൾ, വൈവിധ്യമാർന്ന എത്രയെത്ര മനോഹരമായ കാഴ്ചകൾ. ആഗോളതലത്തിൽ അതിസാഹസികരായ റഷ്യക്കാർ അനിഷേധ്യമായ ആധിപത്യം പുലർത്തിയിരുന്ന സർക്കസ് കലയിൽ ചൈനക്കാർ വിസ്മയകരമാം വിധം മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യനോട് മാത്രമല്ല, വന്യമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ എന്നെല്ലാം കരുതി ആരും അല്പം അകന്നു പെരുമാറുന്ന നമ്മുടെ സഹജീവികളോട് എന്ത് സമഭാവനയോടെയാണ് ചൈനക്കാർ ഇടപെടുന്നത്. ഭയാനക മൃഗങ്ങളായ സിംഹം, പുലി, കടുവ എന്നിവയും സാഹസത്തിന്റെ സന്തതികളായ ചൈനക്കാർക്ക് കളിക്കൂട്ടുകാരെ പോലെ തന്നെ. എപ്പോൾ വേണമെങ്കിലും ഈ വന്യജീവികളുടെ വിശ്വരൂപം തെളിഞ്ഞു വന്നേക്കാമെന്ന തിരിച്ചറിവ് ബുദ്ധിമാന്മാരായ ചീനക്കാർക്ക് ആരെക്കാൾ കൂടുതലായി ഉണ്ട് താനും. മനുഷ്യനിൽ നിന്ന് പോലും നാം അകലുമ്പോഴാണ് നമുക്ക് പരസ്പര സംശയവും ഭീതിയും ഒക്കെ ജനിക്കുന്നത്. തുറന്ന ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അമൃത നൈവേദ്യം മൃഗങ്ങളുമായി പങ്കിട്ടാലും അവ നമുക്ക് ഉറ്റ ചങ്ങാതിമാരായിത്തീരും. ഇത് നന്നായി അറിയാവുന്ന ചൈനയിലെ സർക്കസ് താരങ്ങൾ ഭയലേശമന്യേ ഈ ഉറ്റ മിത്രങ്ങളോട് ചേർന്ന് അത്ഭുതകരമായ അഭ്യാസ പാടവങ്ങൾ നടത്തുന്നു. അതിവിദഗ്ധരായ ഈ സർക്കസ് കലാകാരന്മാർ പ്രദർശിപ്പിക്കുന്ന എല്ലാ സാഹസിക വിദ്യകളും ഈ മൃഗങ്ങൾ ഒരു പിഴവ് പോലും പറ്റാതെ എത്ര തന്മയത്വത്തോടെയാണ് പിന്തുടരുന്നത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബൗദ്ധികമായ അന്തരം ഇവിടെ ചിലപ്പോൾ മാഞ്ഞു പോകുന്നതായി തോന്നുന്നു. ഉദ്യമമാണ് ഏതു മഹത് കാര്യത്തിനും പിന്നിലുള്ള വിജയമന്ത്രം. അതുണ്ടെങ്കിൽ മറ്റേത് പോരായ്മകളും തുള്ളിമഞ്ഞുപോലെ ഇല്ലാതാകും. മൃഗങ്ങളെ നാം എത്ര ഇണക്കിയെടുത്താലും
ഏത് നിമിഷത്തിലും ജന്മസിദ്ധമായ തനി സ്വഭാവം അത് കാണിക്കുമെന്നുറപ്പാണ്. അത് വന്യമൃഗങ്ങളാണെങ്കിൽ ഫലം അതീവ അപകടം തന്നെ ആയിരിക്കുകയും ചെയ്യും. ഈ ചൈനീസ് സാഹസികരുടെ അതിസാഹസികനായിരുന്ന നേതാവ് മാവോ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സുധീരമായ സായുധ പോരാട്ടങ്ങളിലൂടെയും നിരവധി അഗ്നി പരീക്ഷണങ്ങളിലൂടെയുമാണ് ഇവർക്ക് സുശോഭനമായ ഈ ജീവിതം നേടിക്കൊടുത്തത്. ദക്ഷിണ ചൈനയിലെ ഷാവോ ഷാൻ എന്നൊരു കുഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു മാവോ ജനിച്ചത്. ഭയന്നോ ശങ്കിച്ചോ നിൽക്കുന്നവർക്ക് ഒരിക്കലും ജീവിതമില്ലെന്ന് പോയകാല അനുഭവങ്ങൾ, തീഷ്ണ യാഥാർത്ഥ്യങ്ങൾ ചൈനക്കാർക്ക് നന്നായി പറഞ്ഞുകൊടുത്തിരിക്കുന്നു. ഘോര വനാന്തരങ്ങളിലും നഗരവീഥികളിലും മാവോയും അനുയായികളും അന്നത്തെ മൃഗതുല്യരായ ഭരണാധികാരികൾക്കെതിരെ നടത്തിയ നിരന്തര സമരങ്ങളുടെ സജീവ ചിത്രണം തന്നെയാണ് ചൈനയിലെങ്ങും പരോക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആധുനികതയുടെയും സമ്പന്നതയുടെയും ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് അനുനിമിഷം കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിഷ്കാരത്തിന്റെ പാർശ്വഫലങ്ങളായ ദുരഭിമാനമോ പൊങ്ങച്ചമോ ചീനക്കാരെ അശേഷം തൊട്ടു തീണ്ടിയിട്ടില്ല. അതിതീഷ്ണമായ ചിന്തകളിലൂടെ, നൂതനമായ കണ്ടുപിടുത്തങ്ങളിലൂടെ സാംസ്കാരികമായി അനന്തവിഹായസിലേക്ക് പറക്കുമ്പോഴും മനസ്സുകൊണ്ട് അവർ പ്രകൃതിയിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ തിരിച്ചു വരികയാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുമ്പോൾ വിജയം സുനിശ്ചിതമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ ചൈനക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു.